ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? 5 സ്റ്റാർ സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗ്ലൂരിയൻ സ്റ്റൈൽ ചിക്കൻ ഗീ റോസ്റ്റിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഹോൾ സ്പൈസസ് ആണ്. 1 ടേബിൾ സ്പൂൺ കൊറിയാണ്ടർ സീഡ്, 1/4 ടീസ്പൂൺ ജീരകം, 2 ഏലക്കായ, 3 ഗ്രാമ്പൂ, 2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു ചെറിയ കഷ്ണം പട്ട, 1/4 ടീസ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കുരുമുളക്, 10-12 വറ്റൽമുളക്. അത് നമുക്ക് എരിവിന് ആവശ്യത്തിന് നമുക്ക് എടുക്കാവുന്നതാണ്. കാശ്മീരി മുളകുണ്ടെങ്കിൽ 5 കാശ്മീരി മുളകും കൂടെ എടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഇനി ചൂടായ പാനിലേക്ക് ആ ഹോൾ സ്പൈസസ് എല്ലാം ഒന്നിട്ട് വറുത്തെടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ലൊരു റോസ്റ്റ് ആയിട്ടുള്ള മണം വരുന്നത് വരെ അതൊന്ന് വറുത്തെടുക്കണം. അതിനുശേഷം വറ്റൽമുളകിട്ട് വറുത്തെടുക്കുക. വറ്റൽമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് നല്ല എരിവുള്ള വറ്റൽമുളകാണ്, അതുകൊണ്ട് ഞാനൊരു 10 എണ്ണമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറ്റൽമുളക് ഞാനിവിടെ നല്ലതായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് പാനിൽ നിന്ന് മാറ്റി വെക്കുക. ഇതെല്ലാം നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഇനി മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അതും കൂടി നല്ലതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. 1 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കനിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണിത്. ഇനി ഇതിലേക്ക് ഫൈനായിട്ട് പൊടിച്ചു വെച്ച ആ ഹോൾ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുക. ഇതിലേക്കിനി ആ വറുത്ത് വെച്ച കാശ്മീരി മുളകും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടുന്നത് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഇതിലേക്കിനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 6 ടേബിൾ സ്പൂൺ കട്ടിയുള്ള തൈരാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടുന്നത് 2 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടിയാണ്. ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. മസാലയെല്ലാം ചിക്കനിൽ നല്ലതായിട്ട് പിടിക്കുന്ന സമയം കൊണ്ട് നമുക്കിനി സവാളയൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 മീഡിയം സൈസ് സവാളയാണ്. വലുതാണെങ്കിൽ 3 സവാള മതി. ഇത് വളരെ കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം. ഗീ റോസ്റ്റ് ആയതുകൊണ്ട് ഞാനിത് നെയ്യിലാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നല്ലതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇനി അരിഞ്ഞു വെച്ച ആ സവാള ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. നല്ലതായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. 5 മിനിറ്റിന് ശേഷം തുറന്നു വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഇനി ഇത് നല്ലതുപോലെ ഗോൾഡൻ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാള ഇവിടെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം.
ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു 2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ആ സവാളയും ചിക്കനും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം 20 മിനിറ്റ് ലോ ഫ്ലെയിമിലായിരിക്കണം ഇത് കുക്ക് ചെയ്യാനായിട്ട്. ചിക്കനിലേക്ക് വെള്ളം ഒഴിക്കേണ്ടതില്ല. നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാം. 20 മിനിറ്റിന് ശേഷം തുറന്നു വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. തൈരിലും ചിക്കനിലും ഒക്കെ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉള്ളത് കൊണ്ട് നല്ലതായിട്ട് വെന്ത് വന്നോളും. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടി ഞാനൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് വേണ്ടതെങ്കിൽ ഈ സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കുറച്ചും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. മാംഗ്ലൂർ സ്റ്റൈൽ ചിക്കൻ ഗീ റോസ്റ്റ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണിത്. നിങ്ങൾ ഒരു തവണയെങ്കിലും ഗീ റോസ്റ്റ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക. വീണ്ടും അടുത്ത പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.